സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ പാം ട്രീ എന്ന പേരിൽ GST വകുപ്പ് നടത്തിയ റെയ്ഡിൽ കോടികളുടെ വെട്ടിപ്പാണ് കണ്ടെത്തിയത്. നല്ല കാര്യം. പക്ഷേ റെയ്ഡിനെ പറ്റി ചില സംശയങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. പഞ്ചനക്ഷത്ര പരിശീലന വിവാദം മറയ്ക്കാനാണ് GSTയുടെ സംസ്ഥാന വ്യാപക റെയ്ഡെന്ന് ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പുകളിൽ തന്നെ ചർച്ച നടക്കുന്നു. ചർച്ചയുടെ സ്ക്രീൻഷോട്ട് റിപ്പോർട്ടറിന് ലഭിച്ചു. കാക്കനാട്ടെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥരെ കൂടി പങ്കെടുപ്പിച്ചാണ് ഇന്നലെ GST വകുപ്പ് സംസ്ഥാന വ്യാപക റെയ്ഡ് നടത്തിയത്. പഞ്ചനക്ഷത്ര പരിശീലനം പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടറാണ്. വിവാദമായപ്പോൾ നേരത്തെയുള്ള പരാതിയിൽ പരിശോധന നടത്തുകയായിരുന്നു എന്നാണ് വിവരം. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, GST വകുപ്പിന് പ്രസാദ് ഒരു സ്വൈര്യം കൊടുക്കുന്നില്ലല്ലോ. അവരിപ്പോൾ റെയ്ഡുമായി ഇറങ്ങേണ്ടി വരുന്നു. അത് ഈ വാർത്തയുടെ തുടർച്ചയായിട്ട് സംഭവിച്ചതാണ് എന്ന് പ്രസാദ് എങ്ങനെയാണ് ഉറപ്പിച്ചത്? അതിന് ആധാരമായ സ്ക്രീൻഷോട്ടിൽ എന്താണുള്ളത്? സുജയ, GST ജില്ലാ തലത്തിൽ GST ഉദ്യോഗസ്ഥന്മാരെല്ലാം ചേർന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഗംഭീരമായ ചർച്ച ഇന്നലെ രാവിലെ മുതൽ തന്നെ നടക്കുകയാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് പോലെ തന്നെയാണ് സംഭവം. അതായത് സുജയ, GSTയുടെ മുന്നിൽ ഒരുപാട് പരാതികൾ നിലവിലുണ്ട്. നിരവധി നികുതി വെട്ടിപ്പുകളെക്കുറിച്ച് അറിയാം. ഈ സ്ക്രാപ്പുമായി ബന്ധപ്പെട്ടുള്ള നികുതി വെട്ടിപ്പിൻ്റെ നിരവധി പരാതികൾ നേരത്തെ തന്നെ GSTയുടെ മുന്നിലുള്ളതാണ്. പക്ഷേ ഈ സാഹചര്യമാണ് ഏറെ പ്രധാനം. അതായത് കഴിഞ്ഞ ദിവസമാണ് GSTയുടെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ പരിശീലനം അത് ലക്ഷങ്ങൾ പൊടിപൊടിച്ച് നടത്തുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അവർക്കത് വലിയ നാണക്കേടുണ്ടാക്കിയത്. കാരണം സർക്കാരിൻ്റെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടുള്ള ഒരു പരിശീലനമായിരുന്നു അത്. കാരണം കഴിഞ്ഞ ഓഗസ്റ്റിൽ, അതായത് 2023 ഓഗസ്റ്റിൽ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട്, സർക്കാർ പരിപാടികളോ സെമിനാറുകളോ പരിശീലനങ്ങളോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സർക്കാരിൻ്റേതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മാത്രമേ നടത്താവൂ, പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞ സമയത്താണ് 46 ലക്ഷം രൂപ പൊടിപൊടിച്ചുകൊണ്ട് GST എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പരിശീലനം നടത്തിയത്. ആ 46 ലക്ഷത്തിൽ സുജയ 38 ലക്ഷം രൂപയും ചെലവഴിച്ചത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ വേണ്ടിയാണ്. സർക്കാർ ഉത്തരവുമിറക്കി. അതിലുമുണ്ട് പ്രശ്നം. അതിൽ 40-ലേറെ പേർ കൊച്ചിയിൽ തന്നെ താമസിച്ച് ജോലി ചെയ്യുന്നവർക്കാണ് ദിവസം 10,000 രൂപ മുറിക്ക് വാടകയുള്ള സ്ഥലത്ത് ഇവർ പരിശീലനം നടത്തുന്നത്. മാത്രമല്ല GST എൻഫോഴ്സ്മെന്റിനാണ് പരിശീലനമെങ്കിലും GST എൻഫോഴ്സ്മെന്റിൽ ഉൾപ്പെടാത്ത ഇടതു നേതാക്കളായ 28 മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽപ്പെട്ട GSTയുടെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട ആളുകളും ഇതിൽ പങ്കെടുത്തു. തീർന്നില്ല സുജയ, ഈ മാസം 31-ന് വിരമിക്കുന്ന ശിശിർ എന്ന് പറയുന്ന KGOയുടെ തിരുവനന്തപുരം ജില്ലാ ഭാരവാഹിയും ആ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് പരിശീലനം കഴിഞ്ഞിറങ്ങിയാൽ വെറും 4 ദിവസം മാത്രം സർവീസിലുള്ള ആൾക്കും ഈ ആയിരങ്ങൾ പൊടിപൊടിച്ച അയാൾക്ക് വേണ്ടിയും സർക്കാർ ചെലവിടുകയാണ്. ഇത് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് യഥാർത്ഥത്തിൽ വലിയ നികുതി വെട്ടിപ്പ് നടക്കുന്നത്. കാരണം കൂടുതൽ ചരക്ക് കൈമാറ്റം നടത്തുന്ന മാസമാണ് ഏപ്രിലും മെയ്യും. അങ്ങനെ മെയ് മാസത്തിലെ 6 ദിവസം തെരഞ്ഞെടുത്താണ് ഇത്രയേറെ ലക്ഷങ്ങൾ പൊടിപൊടിച്ച് പരിശീലനം നടത്തുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സുജയ, നമ്മൾ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്ന് അതിൻ്റെ നാണക്കേട് ഭയന്നാണ് ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു റെയ്ഡ് ഉണ്ടായത്. നമ്മൾ വാർത്ത കൊണ്ടുവന്നതിന് പിന്നാലെ ഇംഗ്ലീഷ് മാധ്യമങ്ങളും മറ്റ് മലയാളം ചാനലുകളും ഉൾപ്പെടെയുള്ളവർ നമ്മുടെ വാർത്ത പിന്തുടർന്നിരുന്നു. അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു റെയ്ഡ് വളരെ പെട്ടെന്ന് ആസൂത്രണം ചെയ്തതും ക്യാമ്പിൽ പങ്കെടുത്ത 50-ലേറെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി റെയ്ഡ് നടത്തിയതും കോടികളുടെ വെട്ടിപ്പ് പിടികൂടിയതും. എന്തായാലും GST ചെയ്തത് നല്ല കാര്യമാണ്. ഈ നല്ല കാര്യം തുടരുക തന്നെ വേണം. ഇത്തരം നിരവധി പരാതികൾ GSTയുടെ മുന്നിലുണ്ട്. പക്ഷേ പഞ്ചനക്ഷത്ര പരിശീലനം വാർത്തയായപ്പോഴാണ് അവർ ആ സമയം തെരഞ്ഞെടുത്തത് എന്നതാണ്. ഇതുമായി GST വകുപ്പ് മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ സുജയ, നേരത്തെ നടത്തിയ പല കണ്ടെത്തലുകളും ആ പിടുത്തത്തിൽ മാത്രം ഒതുങ്ങുന്നതായുള്ള രേഖകളുമുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് അതിലേക്ക് പോകാൻ കഴിയും. എന്തായാലും കോടികളുടെ വെട്ടിപ്പ് കണ്ടെത്താൻ GST ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞു. പഞ്ചനക്ഷത്ര പരിശീലനം വാർത്തയായതോടു കൂടിയാണ് എന്ന വിമർശനമാണ് GST ഉദ്യോഗസ്ഥരുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ച നടക്കുന്നതും. സുജയ, ശരി. TV പ്രസാദാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോൾ അതിന്റെ തുടർ ചർച്ചകളെ കുറിച്ചുള്ള വിവരങ്ങൾ, അതോടൊപ്പം തന്നെ നടക്കുന്ന റെയ്ഡ് അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള വിവരവുമാണ് പ്രസാദ് പങ്കുവച്ചത്. കോഴിക്കോട്